ജൂലൈ 11, 2025. സമയം അതിരാവിലെ 3:35. വിനീതനായ ഞാൻ സഹധർമ്മിണിയും 3 മക്കളുമൊത്ത് ഒരു ദീർഘയാത്ര പുറപ്പെടുകയാണ്. അതിരാവിലെയുള്ള യാത്രകൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ബറക്കത്തും നിറഞ്ഞതാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. മരുഭൂജീവിതത്തിൻ്റെ മടുപ്പിനും മരുക്കാറ്റിൻ്റെ മരവിപ്പിനും നടുവിലെ മരുപ്പച്ചയാണ് ഇടയ്ക്കിടെയുള്ള ദീർഘയാത്രകൾ. പ്രധാന യാത്രകളുടെ തുടക്കം ഒരു മസ്ജിദ് സന്ദർശനവും അവിടെ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ ശേഷം ആവണമെന്നതാണ് ഇസ്ലാമിക പാഠം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൻ്റെ യാത്രയിൽ അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയും അതാണ്. അതിനിടയിൽ ഞങ്ങൾ സോനാപൂർ ഖബർസ്ഥാൻ മസ്ജിദിൽ എത്തി. സുബഹ് നിസ്കാരവും സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്തുമൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തിരിച്ചു. ഇത്തവണത്തെ യാത്ര UAEയിൽ നിന്നും അലൈനിലെ മസിയദ് ബോർഡർ കടന്ന് ഇബരി, ഉവൈഫ്, ഹൈമ വഴി ഒമാന്റെ അങ്ങേയറ്റമായ സലാലയിൽ എത്തി തിരിച്ച് മിർബാത്ത്, താക്ക, ഹാസിഖ്, റാസ് മദ്രക്ക തുടങ്ങിയ തീരദേശ പാതയിലൂടെ മസ്കറ്റിലെത്തി ഹത്ത ബോർഡർ വഴി മടങ്ങി വരിക എന്നതാണ്. ഇതിൽ കാണിക്കുന്ന ദൃശ്യങ്ങളെക്കാൾ വിവരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. തെറ്റുകളും നിർദ്ദേശങ്ങളും മനുഷ്യ സഹജമായതിനാൽ കമന്റിലൂടെ അവകൾ ചൂണ്ടിക്കാണിച്ചു തരണമെന്ന് വിനയത്തോടെ അറിയിക്കട്ടെ. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശങ്ങൾ: 1. വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിന്റെ 20-ാം സൂക്തത്തിനോടുള്ള അനുസരണമെന്ന നിലയ്ക്ക് പടച്ചവന്റെ സൃഷ്ടികർമ്മത്തിന്റെ വൈഭവങ്ങളും വൈവിധ്യങ്ങളും സ്വയം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. 2. സൂറത്ത് റൂമിലെ 42-ാമത്തെ സൂക്തം അനുശാസിക്കുന്നത് പോലെ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കിയും എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അക്രമികളായി അഹങ്കരിച്ചു ജീവിച്ച മുൻകാല മനുഷ്യർക്ക് ലഭിച്ച ശിക്ഷകളുടെ സ്മരണകൾ അനുഭവിച്ചറിയുക. 3. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സച്ചരിതരായ സ്വാലിഹീങ്ങളെ സന്ദർശിക്കുക. അവരുടെ ജീവിത രീതിയും സംസ്കാരവും പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയും അവരോടൊപ്പമുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക. 4. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഒന്നുകിൽ ഒരു വിദേശിയെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഈ പ്രവാചക കൽപ്പന അനുസരിക്കാനുള്ള ഒരു അവസരം. സമയം 8:45. ഞങ്ങൾ മസിയദ് ബോർഡറിൽ എത്തിച്ചേർന്നു. UAE എമിഗ്രേഷനിലെ എക്സിറ്റ് ഫീ ആയ 35 ദിർഹം ആളൊന്നിന് വെച്ച് 175 ദിർഹം നൽകി എല്ലാവരുടെ പാസ്പോർട്ടുകളിലും എക്സിറ്റ് സീൽ അടിച്ചു മേടിച്ചു. ഇനി നേരെ ചെല്ലുന്നത് ഒമാൻ എമിഗ്രേഷനിലേക്കാണ്. പാസ്പോർട്ട് കൺട്രോൾ ഓഫീസിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്ത് സമീപത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൽ ചെന്ന് 17 ഒമാനി റിയാൽ നൽകി 2 ആഴ്ചത്തേക്ക് വാഹനത്തിനാവശ്യമായ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസിൻ്റെ പേപ്പർ, എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, വാഹനത്തിൻ്റെ മുൽക്കിയ തുടങ്ങിയവ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകി. എമിറേറ്റ്സ് IDയിൽ പ്രൊഫഷൻ ടീച്ചർ ആയതിനാൽ വിസയ്ക്ക് യാതൊരുവിധ തുകയും നൽകേണ്ടി വന്നില്ല. യാതൊരുവിധ കാലതാമസവുമില്ലാതെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് 14 ദിവസത്തേക്കുള്ള വിസ അനുവദിച്ച് എൻട്രി സീൽ ചെയ്തു തന്നു. സമയം 9:30. ഒമാനിന്റെ മണ്ണിലൂടെയുള്ള 2ാമത്തെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. തുടർച്ചയായി 2 മണിക്കൂർ ഓടി 11:30 വഴിയിൽ കണ്ട ജുമാഅത്ത് പള്ളിയിൽ കയറി. വെള്ളിയാഴ്ചയിൽ പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫ്, സ്വലാത്ത് തുടങ്ങിയവ പാരായണം ചെയ്തു. ശേഷം ജുമാ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു. 100-120 കിലോമീറ്റർ വേഗപരിധിയുള്ള എന്നാൽ ക്യാമറകളോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്ത 2 ലൈൻ പാത. 2 ലൈൻ പാത എന്ന് പറയുമ്പോൾ ഒരു റോഡിൽ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടുവിൽ കൺസ്ട്രക്റ്റീവ് ബാരിയറുകൾ ഇല്ലാത്ത വളരെ
ശ്രദ്ധിച്ചു വാഹനം ഓടിക്കേണ്ട റോഡിൽ ഏകദേശം 5 മണിയോടടുത്ത സമയം സൈഡിൽ കണ്ട കാഴ്ച ആ റോഡിന്റെ ഭീകരത എത്രത്തോളമുണ്ടെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു. മാസങ്ങളോ വർഷങ്ങളോ ആയി ഏതോ വലിയ ട്രക്ക് ഇടിച്ച് മരണപ്പെട്ട 2 ഒട്ടകങ്ങളുടെ അസ്ഥികൾ മരുഭൂമിയുടെ മുകളിൽ ഒരു വെളുത്ത ഭീകര ചിത്രം വരച്ചു വച്ചിരിക്കുന്നു. يا إله الكون يا المولى العظيم يا كريما منه قرآن كريم رتل القلب سطورا من ضياء راجيا أن يغسل الذنب العظيم يا إله الكون يا المولى العظيم يا كريما منه قرآن كريم رتل الله يعلم ما نشكو من الألم وما نعانيه من ضيق ومن سقم. For the rest of my life, I'll be with you. I'll stay by your side, honest and true to the end of my time. I'll be loving you for the rest of my life, through days and nights. I'll thank Allah. ജീവിതത്തിൽ ആദ്യമായി ഒട്ടകത്തിന്റെ ഫുൾ സ്കെൽട്ടൺ നേരിട്ട് കണ്ട എക്സൈറ്റ്മെന്റും മരുഭൂമിയിലെ വിജനതയുമൊക്കെ അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കരുതി വച്ചിരുന്ന ഭക്ഷണവും ഫ്ലാസ്കിലെ ചൂടുവെള്ളവും കൂളറിലെ ഐസും മറ്റു ഫ്രൂട്ട്സുകളുമൊക്കെ ഉണ്ടായതിനാൽ ഭക്ഷണ സാധനങ്ങളൊന്നും ഇതുവരെയും പുറത്തുനിന്നും വാങ്ങിക്കഴിക്കേണ്ടി വന്നിട്ടില്ല. രാത്രി 11:30 കഴിഞ്ഞു. ഉറക്കം വരുന്നതുവരെ മാക്സിമം ദൂരം കവർ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ നല്ല വേഗതയിൽ തന്നെയാണ് പോക്ക്. പെട്ടെന്ന് മുന്നിൽ ഒരു ചെറു ജംഗ്ഷൻ ഒന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ റോഡിൽ ചില പ്രത്യേക വിധത്തിൽ അടയാളപ്പെടുത്തിയ ഡിവൈഡർ മാർക്കുകൾ. മുന്നിൽ 1-2 വലിയ ട്രക്കുകൾ വേഗത കുറച്ച് ഞരങ്ങി നിരങ്ങി നീങ്ങുന്നു. അല്പം മുമ്പ് ഓവർടേക്ക് ചെയ്തു പോയ ഫോർച്യൂണർ ട്രക്കുകൾക്ക് പിന്നാലെ വേഗത കുറച്ചു പോകുന്നു. ഓപ്പോസിറ്റ് സൈഡ് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിയ ഞാൻ വന്ന വേഗത്തിൽ തന്നെ 2 ട്രക്കുകളെയും ഫോർച്യൂണറുകളെയും മറികടന്ന് പോകാനുള്ള ശ്രമത്തിൽ ഡിവൈഡർ ലൈനുകളുടെ മുകളിലൂടെ ആക്സിലേറ്റർ അമർത്തി ചവിട്ടി. അപകടരഹിതമായ ചെറിയൊരു നിയമലംഘനം. ഗസ്റ്റ് ആണെന്ന പ്രിവിലേജിൽ ഫൈൻ വരില്ല എന്ന ഒരു ആത്മവിശ്വാസവും കൂടെയുള്ളപ്പോൾ ചവിട്ടി വിടുക തന്നെ. ഫോർച്യൂണറിനെ മറികടന്നപ്പോൾ കണ്ട നീല വെളിച്ചം മുന്നോട്ട് പോകണോ വണ്ടി സ്ലോ ചെയ്യണോ എന്ന ആശങ്കയിൽ മുന്നോട്ട് തന്നെ പോയി. പിന്തുടർന്നു വന്ന ശക്തമായ ബാക്ക് ഫ്ലാഷ് ലൈറ്റും പരിസരമാകെ നീല വെളിച്ചം എൻ്റെ വാഹനം റോഡരികിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ എന്നെ നിർബന്ധിതനാക്കി. മറ്റാരുമല്ല, ഒമാൻ പോലീസ്. തങ്ങളുടെ വാഹനം പിറകിൽ പാർക്ക് ചെയ്ത് സൗമ്യതയോടെയും എന്നാൽ തികഞ്ഞ ജാഗ്രതയോടെയും നടന്നു വന്ന് ചെയ്ത തെറ്റ് ഉണർത്തുകയും വാഹനത്തിന്റെ മുൾക്കിയ വാങ്ങി ഇലക്ട്രോണിക്കായി GCC ട്രാഫിക് ഫൈൻ രജിസ്റ്റർ ചെയ്തു. ഫൈൻ വന്നാൽ എല്ലാവർക്കും തോന്നുന്ന നിരാശാവികാരം ആദ്യം ഞങ്ങളെയും ബാധിച്ചു. എന്നാൽ ഇവിടെയും ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഫൈൻ കിട്ടും എന്ന തിരിച്ചറിവ് കൂടുതൽ ജാഗ്രതയോടെ വാഹനമോടിക്കാനും നിയമം പാലിച്ചു മുന്നോട്ടു പോകാനും ഒരു ആന്തരിക ശക്തി വർദ്ധിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ. അങ്ങനെ വേഗത ഏകദേശം 80-90 ഒരു 3/4 മണിക്കൂറോളം മുന്നോട്ട് പോയി ഒരൽപ്പം ഭേദപ്പെട്ട ജംഗ്ഷനിൽ വാഹനം പാർക്ക് ചെയ്ത് വാഹനത്തിൽ തന്നെ എല്ലാവരും ഉറക്കം ആരംഭിച്ചു. അരമണിക്കൂർ കഴിഞ്ഞില്ല, ഞങ്ങളുടെ കാറിനോട് ചേർന്ന് 2 മീറ്റർ അകലെയായി മറ്റൊരു പോലീസ് വാഹനം നിർത്തിയിട്ട് ഞങ്ങളെ നിരീക്ഷിക്കുന്നു. സൈഡ് വിൻഡോ താഴ്ത്തിയ കുഴപ്പമൊന്നുമില്ല, ഉറക്കം വന്നതുകൊണ്ട് ഒരല്പം ഉറങ്ങുകയാണെന്ന്, പ്രത്യേകിച്ച് യാതൊരു സഹായവും ആവശ്യമില്ല എന്ന് വീണ്ടും ചോദിച്ചറിഞ്ഞ് സൗമ്യമായ പുഞ്ചിരിയുമായി അവർ വാഹനമോടിച്ചു പോയി. വീണ്ടും ഞങ്ങൾ ഉറക്കത്തിലേക്ക്. സമയം പുലർച്ചെ 4:30. ഉറക്കം മതിയാക്കി മുഖം കഴുകി വാഹനമെടുത്ത് റോഡിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച, റോഡിൻ്റെ മറു സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വാഹനം.
അതിഥികളോടുള്ള ആതിഥേയരായ ഒമാൻ പോലീസിൻ്റെ കരുതൽ. ഏകദേശം അരമണിക്കൂർ കൂടി വാഹനമോടിച്ച് ആദ്യം കണ്ട പള്ളിയിൽ കയറി പ്രഭാതചര്യകളും സുബഹി നിസ്കാരവും നിർവഹിച്ച് വീണ്ടും യാത്രയാരംഭിച്ചു. രാവിലെ 9 മണി സലാലയ്ക്ക് സമീപമുള്ള ഹൈറേഞ്ച് പാതയിൽ എത്തിച്ചേർന്നു. റോഡ് നിറഞ്ഞു നിൽക്കുന്ന മൂടൽമഞ്ഞും കുത്തനെയുള്ള ഇറക്കവും ചെറിയ ചാറ്റൽ മഴയും ആസ്വാദ്യകരമാക്കാൻ വാഹനം സമീപത്തെ ലേബയിലേക്ക് ഒതുക്കി നിർത്തി പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം സന്തോഷത്തോട് തന്നെ ആസ്വദിച്ചു.